ഉത്തർപ്രദേശിലെ കുംഭമേള നടക്കുന്ന പ്രദേശങ്ങളിൽ ജിഹാദി ഭീകരവാദികൾ വലിയ രീതിയിൽ തന്നെ ചുറ്റി നടക്കുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന വാർത്തകളിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമാണ്. ഇതിന്റെ ഉദാഹരണമായിട്ട് ഇപ്പോൾ 4 സന്യാസിമാരുടെ വേഷം ധരിച്ച സുഡാപ്പി ഭീകരന്മാരെ UP പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനോടകം തന്നെ നമ്മൾക്കറിയാം 40 കോടി ആളുകൾ അല്ലെങ്കിൽ ഭക്തന്മാർ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ മഹാകുംഭമേളയിൽ അതിനെയും കവർ ചെയ്തുകൊണ്ട് വലിയ ഒരു ജനസംഖ്യ ഒരു 60 കോടിയിലേക്കെങ്കിലും എത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള അത്രക്ക് വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ച് ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും അഭിമാനകരമാകുന്ന ഒരു ഏറ്റവും സനാതന ധർമ്മത്തെ സംബന്ധിച്ച് ഓരോ ഹൈന്ദവ കുടുംബത്തിലും ഈ പറയുന്ന കുംഭമേളയെ സംബന്ധിച്ച് സംസാരിക്കാത്ത ദിവസങ്ങളില്ല എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തുന്നതിന്റെ ഉദാഹരണം തന്നെയായിട്ട് വേണം ഈ മഹാകുംഭമേളയെ നമ്മൾക്ക് കാണാനായിട്ട്. ചരിത്രപരമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ഈ കുംഭമേള ഇപ്പോൾ വന്നിരിക്കുന്നത് 144 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം വരുന്ന മഹാകുംഭമേളയാണ്. 12 വർഷത്തിൽ ഒരിക്കൽ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനോടകം തന്നെ അർദ്ധ കുംഭമേള 6 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം ചരിത്രത്തിൽ ഓരോ തവണയും ആളുകളുടെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ എണ്ണത്തിൽ എടുത്തു നോക്കുന്ന സമയത്ത് റെക്കോർഡാണ് ഇപ്പോൾ ഓരോ തവണയും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ 144 വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന ഈ കുംഭമേള ഏറ്റവും പ്രധാനമാണ്. ഇതിലെ വരുമാനം 4 ലക്ഷം കോടിയിലേക്ക് വരെ വരുമാനം ഉയർന്നേക്കാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഉത്തർപ്രദേശ് സർക്കാർ മാറിയിരിക്കണം. അപ്പൊ ഇതെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് യഥാർത്ഥത്തിൽ പ്രധാനമായിട്ട് സുഡാപ്പി ഭീകരന്മാർ ഇവിടെ കിടന്ന് ചുറ്റിക്കറണം. അവർക്ക് എങ്ങനെയെങ്കിലും ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പൊ പിടിച്ചിരിക്കുന്ന ഈ സുഡാപ്പികളെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവർ പറയുന്നത് ഞങ്ങൾ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പരിശോധിക്കാനാണ്, ഇതിന്റെ മൂല്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാനാണ് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവർ ബംഗ്ലാദേശികളാണ് എന്നുള്ള വാർത്തയും കൂടി പുറത്തു വന്നതോടുകൂടി ഒരു കാര്യം മനസ്സിലായി. ഇവരുടെ ലക്ഷ്യം കുംഭമേള തകർക്കുക എന്നുള്ളത് തന്നെയാണ്. വേഷം മാറി സുഡാപ്പികൾ വരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്ന ഈ ഒരു സമയത്ത് ഒരു കാര്യം വ്യക്തമാണ്. ഇതുപോലെ വേഷം മാറി നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൂടി ഈ ഭീകരവാദികളുടെ നോട്ടം എങ്ങോട്ടാണ് അല്ലെങ്കിൽ അവരെ പിടികൂടാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിന്റെ പ്ലാനിങ് തന്നെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 2023 തന്നെ ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. എവിടെയാണോ ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ കൂട്ടായ്മകൾ ഉണ്ടാകുന്നത് അത് തച്ച് തകർക്കുക, അതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള നിലപാടോട് കൂടിയിട്ടാണ് ഈ ജിഹാദി ഭീകരവാദികൾ വലിയ രീതിയിൽ തന്നെ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇവരുടെ ആഗ്രഹമൊന്നും നടക്കുന്നില്ല. ഇവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ കുംഭമേളയെ എത്രത്തോളം വലിയ രീതിയിൽ നെഗറ്റീവായി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എടുത്തിടുക എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങൾ കുംഭമേളയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം പുറത്തേക്ക് വിടുന്ന സമയത്ത് അവരൊരു കാര്യം വ്യക്തമായിട്ട് നമ്മുടെ മുന്നിലേക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതിന് അടിയിൽ വരുന്ന കമന്റുകളാണ് അത്. ഒരു തർക്കവുമില്ല. കേരളത്തിൽ സുഡാപ്പികൾ നടത്തുന്ന ഈ കുംഭമേളയ്ക്കെതിരെയുള്ള വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ ആളുകൾ തുണിയില്ലാതെ നടക്കുന്നു, അവിടുത്തെ ജനങ്ങൾക്ക് പുറത്തിറങ്ങേണ്ട, സ്ത്രീകൾക്ക് പുറത്തിറങ്ങേണ്ട, ഇങ്ങനെയൊക്കെയാണ് അഘോരികളെ പറ്റിയും നാഗസന്യാസിമാരെ പറ്റിയെല്ലാം ഇവന്മാരിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ എല്ലാം ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്താണ് ഇവർക്ക് അടിസ്ഥാനപരമായിട്ട് കുംഭമേളയോട് ഇത്രക്ക് വലിയ കലിപ്പ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ലോക ചരിത്രത്തിൽ ഇതുപോലെ ഏറ്റവും വലിയ രീതിയിൽ ഒരു നിശ്ചിത സമയത്തിനിടെ അല്ലെങ്കിൽ നിശ്ചിത ദിവസങ്ങൾക്കകം ഇത്രത്തോളം ജനങ്ങൾ വരുന്ന ഒരു പരിപാടി, ഒരു ഫെസ്റ്റിവൽ വേറെ ഉണ്ടാകില്ല എന്നുള്ളത് നമ്മൾ ഗൂഗിൾ എന്നെടുത്ത് സെർച്ച് ചെയ്ത് തന്നെ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബോധ്യം. അത്രക്ക് വലിയ രീതിയിലുള്ള ഒരു പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും സുഡാപ്പികളുടെ എന്നത്തെയും വലിയ ശത്രുവായിട്ടുള്ള യോഗി ആദിത്യനാഥിനെ ലഭിക്കുക എന്നുകൂടി ഉള്ള ഒരു സമയത്ത് അവർക്ക് വലിയ സങ്കടം ഉണ്ടാകുമെന്നുള്ള തർക്കമില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഫെബ്രുവരി 5-ാം തീയതി ഇപ്പോൾ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്ക് വരുമെന്നുകൂടി അറിഞ്ഞ സമയത്ത് ഇവർക്ക് ആകെ
മൊത്തത്തിൽ ഒരു വെപ്രാളമാണ്. ഇതിനിടയിൽ വന്നുകൊണ്ട് എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കുക എന്നുള്ള ഒരു സംഭവം വേണമല്ലോ. ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ ന്യൂ ഇയർ ദിവസം തന്നെ നമ്മൾക്കറിയാം അമേരിക്കയിൽ നടന്ന ഒരു ഭീകരാക്രമണത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾക്കറിയാം ISISകാർ എവിടെയാണോ അവർക്ക് ഇഷ്ടമല്ലാത്ത, അവരുടെ നയത്തിനോട് ചേർന്ന് നിൽക്കാത്ത പരിപാടികളും ആളുകളും കൂടുന്നത്, അവിടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അത് ഇന്ത്യ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ എന്നുള്ള മറ്റുള്ള രാജ്യങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ അനുയായികൾ ലോകം മുഴുവനുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിൽ ജിഹാദികൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഭാരതത്തെ സംബന്ധിച്ച് 2014 വരെ, 2004 മുതൽ 2014 വരെയുള്ള സമയത്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചതാണ്. സിമി ആയിക്കോട്ടെ, ലഷ്കർ-ഇ തൊയ്ബ ആയിക്കോട്ടെ, ഇന്ത്യൻ മുജാഹിദീൻ ആയിക്കോട്ടെ, പല പല ഭീകരവാദ സംഘടനകളുടെ, ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകരവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നിരവധി ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ഭയപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സംഘടിതമായിട്ട് അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുന്ന സ്ഥലത്ത് ഒരു ബാഗിലോ മറ്റുള്ള ഒരു വാഹനത്തിലോ കൊണ്ടുവന്ന ആയുധങ്ങൾ നിറച്ചിട്ട് അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുന്നു, ചാവേറുകളായി സ്വയം മരിക്കുന്നു. ഇതുപോലെയുള്ള കാഴ്ചപ്പാടുകളോട് കൂടി, തീവ്രമായിട്ടുള്ള ചിന്താഗതികളോടുകൂടി ഭീകരന്മാർ സംഘടിതമായിട്ട് പ്രവർത്തിച്ച് അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കി പോന്നിരുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും 100 സീറ്റുകൾ പോലും അപ്പുറത്തേക്ക് കടത്താനായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ അവരെ അനുവദിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം, രാജ്യസുരക്ഷയ്ക്ക് ഒരു തരി പുല്ല് വിലയും കൊടുക്കാത്ത ഭരണാധികാരികൾ തന്നെയായിരുന്നു നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നവർ. അവരെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അധികാരത്തിലിരിക്കുക എന്നുള്ള നയം മാത്രമുള്ളൂ. രാജ്യം എത്രത്തോളം വലിയ രീതിയിൽ താഴെ തട്ടിലേക്ക് തകർന്നടിഞ്ഞാലും, സാമ്പത്തികമായിട്ട് ഇല്ലാതെയായാലും, ഭീകരവാദികൾ എത്രത്തോളം വളർന്ന് പന്തലിച്ചാലും അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഭീകരവാദികൾക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം 2004 മുതൽ 2014 വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഇപ്പോൾ അത് നടക്കുന്നില്ല. അവരെടുക്കുന്ന ഓരോ സ്റ്റെപ്പും ആ സ്റ്റെപ്പ് പൂർണ്ണമായിട്ടും പിഴുതെറിയുന്ന രീതിയിലേക്ക്, അവരുടെ കാൽപാദം എവിടെയാണോ സ്പർശിക്കുന്നത് അവിടെ നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസികളും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഏജൻസികളും ഇവന്മാരുടെ പുറകിൽ കൃത്യമായിട്ട് അണിനിരന്ന് മുന്നോട്ട് വരികയാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ കുംഭമേളയുടെ ഉള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചിട്ടുള്ള സന്യാസിമാരുടെ വേഷത്തിൽ സുഡാപ്പി ഭീകരന്മാർ നടത്തിപ്പോരുന്ന ഇതുപോലുള്ള കോപ്രായങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ വലിയ രീതിയിൽ അപകടം പിടിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അത് കൃത്യമായിട്ട് പിടികൂടി അവരെ ജയിലിലേക്ക് കയറ്റിവിടാനായിട്ട് നമ്മുടെ പോലീസിനോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസിക്കും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യസ്നേഹികൾക്കും അത് കഴിയുന്നെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം തന്നെ അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിനെ പോലെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയുടെയും എല്ലാം ശക്തമായിട്ടുള്ള ഒരു പിടിപ്പാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കരുത്താണെന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഭീകരവാദികൾ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ എത്രത്തോളം വലിയ രീതിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവിടെ ഏത് തരത്തിലൊരു കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ എല്ലാം വരാൻ പോകുന്ന വിധി എന്നുള്ളത് ജയിലറകളിൽ കിടക്കുക എന്നുള്ളത് മാത്രമാണെന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഭീകരവാദികൾക്ക് 1% പോലും അവിടെ വന്നൊരു കുഴപ്പമുണ്ടാക്കാൻ സാധിക്കാത്ത രീതിയിലേക്കുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിട്ടാണ് യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഇവിടെയുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള ഭരണാധികാരികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അഘോരികളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നാഗസന്യാസിമാരുടെ മുന്നിലേക്ക് നമ്മുടെ സന്യാസികളായിട്ടുള്ള സാധാരണക്കാർ, ഏകദേശം 4.5 കോടി സന്യാസികൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. അതിൽ നമ്മൾക്കറിയാം ശങ്കരാചാര്യരടക്കമുള്ള പല സന്യാസിവര്യന്മാരുടെയും പരമ്പരകളും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഘോരമായിട്ടുള്ള രീതിയിലുള്ള സാധനാ പദ്ധതികൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്ന അഘോരികളടക്കമുള്ള പല സന്യാസി ശ്രേഷ്ഠന്മാരുടെയും പ്രധാനപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഇന്ന് കുംഭമേളയിൽ പ്രയാഗ്രാജിൽ എല്ലാ തരത്തിലും ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് അവിടുത്തെ വരുമാനവും അവിടുത്തെ സംവിധാനങ്ങൾ കണ്ട് കുരുപൊട്ടിയിട്ടുള്ള ഭീകരവാദികളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കുംഭമേള തകർക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതിൽ 1% പോലും നമ്മൾക്ക് സംശയമില്ലാതെ നമ്മൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല.